പ്രസിഡന്റ് ട്രംപിൻ്റെ ടാക്സ് നിർദ്ദേശങ്ങൾ തരക്കേടില്ല എന്ന് തോന്നുന്നു. അത് ഒട്ടേറെ പേർക്ക് ഗുണകരമാകും. എന്തായാലും എനിക്ക് ഗുണകരമാകുമെന്ന് ഉറപ്പായിട്ട് എനിക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ നമ്മുടെ ഈ ന്യൂയോർക്ക് മേയർ ഇലക്ട് സൊഹ്റാൻ മാംദാനി 1-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 2 സത്യപ്രതിജ്ഞയാണ് അദ്ദേഹം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അർദ്ധരാത്രിയിൽ 1-ാം തീയതി തുടങ്ങുമ്പം അർദ്ധരാത്രിയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ലെറ്റീഷ്യ ജെയിംസ്, അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസാണ് ഔദ്യോഗികമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പം തന്നെ ഏറ്റവും പ്രചോദിപ്പിച്ച 2 വ്യക്തികളാണ് ഈ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വ്യക്തി സെനറ്റർ ബെർണി സാൻഡേഴ്സ്. അദ്ദേഹമാണ് ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകളുടെയൊക്കെ ഒരു തലതൊട്ടപ്പൻ എന്ന് പറയാവുന്നത്. അപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം പകൽ അത് ന്യൂയോർക്ക് സിറ്റി ഹാളിനോട് അടുത്തുള്ള ആ ബ്ലോക്കിലാണ്. അവിടെ അതിന് മാത്രം സ്ഥലമില്ല എന്നുള്ളതാണ്. പിന്നെ അതിന് എത്ര പേർക്ക് നിൽക്കാനോ ഇരിക്കാനോ ഒക്കെ കഴിയുമെന്ന് സന്ദേഹമുണ്ട്. എന്തായാലും അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അവിടെ രണ്ടാമതൊരു സത്യപ്രതിജ്ഞയും നടക്കുന്നു. അപ്പോൾ 2 തവണ, കാരണം ജനങ്ങളുടെ പിന്തുണയാണ്. ഇത് തൻ്റെ വിജയമല്ല, ജനങ്ങളുടെ വിജയമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ജനങ്ങളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സത്യപ്രതിജ്ഞ നടത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് നമ്മളെല്ലാം കാത്തിരിക്കുന്നു. ഇന്ത്യക്കാർക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടമാണ് സൊഹ്റാൻ മാംദാനി. പക്ഷേ ആരും അറിയുന്നില്ല അദ്ദേഹം ഇന്ത്യക്കാരനാണെന്നുള്ളത് മാത്രം ആരും അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് അദ്ദേഹത്തിന് നേരെ ഇന്ത്യക്കാരനെന്നുള്ളൊരു വർഗീയത വരുന്നില്ല, മുസ്ലിമാണെന്നുള്ള ഒരു വർഗീയത മാത്രമേ വരുന്നുള്ളൂ. എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ട്രംപിൻ്റെ കാര്യമാണ്. ഈ ടാക്സിൻ്റെ കാര്യം നോക്കിയപ്പോൾ പൊതുവിൽ എല്ലാം കൊണ്ടും തിരക്കേടില്ല എന്ന് തോന്നുന്നു. അതായത് ഈ സ്റ്റാൻഡേർഡ് ടാക്സ് ഭാര്യയും ഭർത്താവും 2 പേരും കൂടെ ചേർന്നാണ് ടാക്സ് ഫയൽ ചെയ്യുന്നതെങ്കിൽ 31,500 രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അതിന് പലിശയൊന്നും കൊടുക്കേണ്ട. നേരെ മറിച്ച് അതുപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ടാക്സ് എന്ന് പറഞ്ഞ് അത് 10,000 രൂപ വരെ ആയിരുന്നു ഇളവുണ്ടായിരുന്നത്. അതിപ്പം 40,000 രൂപ വരെ ആക്കി. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അക്കൗണ്ടന്റുമാരോടൊക്കെ ചോദിക്കണം. പക്ഷേ ഞാനിത് കാണുന്നത് അത്രയും വരെയൊക്കെ ആക്കിയെന്ന് കേട്ടപ്പം എനിക്ക് വളരെ സന്തോഷമായി. നമുക്ക് ടാക്സ് കൊടുക്കാതെ കഴിച്ചു കൂട്ടാം. ഈ ഇടത്തരം വരുമാനക്കാർക്ക്, സാധാരണ ഈ റിട്ടയർ ചെയ്തവർക്കും കാര്യമായ വരുമാനം ഇല്ലാത്തവർക്കൊക്കെ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇപ്പം ഈ 400,000 500,000 ഒക്കെ കിട്ടുന്നവർക്ക് അത് വലിയൊരു സംഗതി അല്ലായിരിക്കാം. പക്ഷേ അല്ലാത്തവർക്ക് അതൊരു ഗുണകരമായ കാര്യം തന്നെ. പ്രത്യേകിച്ച് ഈ വീടിന് ടാക്സ് കൊടുക്കുന്നവരെ, ആ ടാക്സ് എല്ലാം ട്രംപ് മുൻ ഭരണകാലത്ത് കൊണ്ടുവന്ന നിയമം വെച്ച് $10,000 വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതിനുശേഷം പല വീടുകളുണ്ട്, അതിനെല്ലാം നമ്മൾ ടാക്സ് അടച്ചാലും 10,000 വരെ നമുക്ക് ടാക്സ് ഇളവ് കിട്ടുള്ളായിരുന്നു. ഇപ്പോഴത് 40,000 വരെ അതിനുള്ള ഇളവ് കിട്ടുമെന്നാണ് പറയുന്നത്. അത് ആ രീതിയിൽ ഉയർത്തിയിട്ടുണ്ടെന്ന് തൽക്കാലത്തേക്ക്, ഈ വർഷത്തേക്ക്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള മെച്ചങ്ങൾ വരുന്നു. അതുപോലെ തന്നെ 65 വയസ്സ് കഴിഞ്ഞവർക്ക് 6,000 രൂപ, ഇതിനൊക്കെ പുറമെ ഒരു 6,000 രൂപയോടെ ക്ലെയിം ചെയ്യാം. പിന്നെ ഈ ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അത് ചുരുങ്ങിയ വ്യത്യാസമുള്ളൂ, 2,000 എന്നുള്ള 2,200 ആക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ചില നേട്ടങ്ങൾ. അതിനു പുറമേ ഈ $2,000 താരിഫ് ചെക്ക് അടുത്ത വർഷത്തേക്ക് തരാനാണ്. കാരണം അടുത്ത വർഷം മിഡ് ടേം ഇലക്ഷൻ വരുന്നുണ്ട്. അതിനു മുമ്പ് തരാനാണ് പ്ലാനെന്ന് പറയുന്നു. അതിന് 600 ബില്യൺ വേണം. പക്ഷേ 600 ബില്യൺ എവിടെ നിന്നുണ്ടാകും? ഈ താരിഫിൻ്റെ കാര്യമെല്ലാം സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. കാരണം താരിഫൊക്കെ പ്രസിഡന്റ് ചെയ്യേണ്ട കാര്യമല്ല, അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പ്രസിഡന്റ് തീരുമാനിച്ചു, താരിഫ് ഈടാക്കുകയും ചെയ്തു. അപ്പോൾ അത് സുപ്രീം കോടതി പ്രസിഡന്റിന് അതിന് അധികാരമില്ല എന്ന് വിധിച്ചാൽ ഈ താരിഫ് മുഖേന പിരിച്ചെടുത്ത പൈസ എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ അതിനെ ബൈപ്പാസ് ചെയ്യാൻ ചില പരിപാടികളുണ്ടെന്നാണ് ഭരണകൂടം പറയുന്നത്. അതെന്താണെന്ന് വ്യക്തമല്ല. ഇനിയിപ്പോൾ കോൺഗ്രസ് തന്നെ പാസ്സാക്കി കൂടാഴുകയുമില്ല താരിഫ്. അത് ശക്തമായ ഒരു ആയുധമാണ്. അപ്പോൾ എന്തായാലും ഇത് കൊടുത്താലും കൊടുത്തില്ലേലും ആളുകൾക്ക് ഈ താരിഫ് ഡിവിഡൻഡ് ചെക്ക് കൊടുക്കണമെന്നുള്ള ഒരു നിലപാടിലാണ് പ്രസിഡൻറ്റും ഭരണകൂടം. കാരണം ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഇത്തിരി പൈസ ജനത്തിൻ്റെ ചെന്നാൽ ജനത്തിൻ്റെ ചിന്താഗതിയൊക്കെ മാറുമല്ലോ. അതിനിടയിൽ ഇന്നിപ്പോൾ കണ്ടത് പ്രസിഡൻറ്റിൻ്റെ ജനപ്രീതി ഈ 3 മാസത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നവരല്ല, കുറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ അതിപ്പം കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നിപ്പം റിപ്പോർട്ട് വരികയും ചെയ്തു. അതുപോലെ തന്നെ വേറെ ഒന്ന്, ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ട്രംപ് അക്കൗണ്ടാണ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. അതായത് ഈ ട്രംപിൻ്റെ ആ തുടക്കം മുതൽ ഈ വർഷം ജനുവരി 1 മുതൽ ജനിച്ച കുട്ടികൾക്ക്, അത് ട്രംപ് ഭരണം ഒഴിയുന്നത് വരെ ഈ കാലത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് $1,000 സർക്കാർ തന്നെ അവരുടെ
അക്കൗണ്ടിലിടും. അവർക്ക് വേണ്ടി ഒരു അക്കൗണ്ട് ഉണ്ടാക്കി $1000 ഇടും. പിന്നെ അത് അവർക്ക് 18 വയസ്സായതിനു ശേഷമേ അവർക്ക് തിരിച്ചെടുക്കാവുള്ളൂ പറ്റത്തുള്ളൂ. അവർ വിദ്യാഭ്യാസ ആവശ്യത്തിനോ അല്ലെങ്കിൽ വീടിൻ്റെ ആവശ്യത്തിനോ ഒക്കെ മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ $1000 ആണെങ്കിലും അത് 10% വെച്ചൊക്കെ കൂടും എന്നാണ് പറയുന്നത്. അതിന് പുറമെ നമ്മുടെ വീട്ടുകാർക്ക് ഇടാം, വേറെ ആർക്കെങ്കിലുമൊക്കെ ആ പൈസ പിന്നെ ആ അക്കൗണ്ടിൽ പൈസ ഇടാം. അങ്ങനെ ഒരു 18 വയസ്സാകുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം നല്ല സമ്പന്നരാകുമെന്നാണ് പിന്നെ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത്. അത് കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി ഈ 10-18 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും സമ്പന്നരാകും, ഒരാൾക്കും പൈസയുടെ ഒന്നും ആവശ്യം വരില്ല, ദാരിദ്ര്യം എന്ന് പറയുന്നൊരു സംഗതിയേ ഉണ്ടാവില്ല, എല്ലാവരും പണക്കാരായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് എന്നറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അങ്ങനെയുള്ളൊരു ഗുണം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ പരം മറ്റെന്തൊരു ഗുണമാണുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂട്ടാനിലുള്ളവർ പാവങ്ങളാണ്. എന്തുകൊണ്ടാണ് പാവങ്ങളായിപ്പോയത്? അവിടെ ഹിമാലയത്തിൻ്റെ ആ മലഞ്ചെരുവുകളിലൊക്കെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ റിസോഴ്സസ് ഒന്നുമില്ല, വിഭവങ്ങളൊന്നുമില്ല, പ്രകൃതി അവർക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർ ദരിദ്രരായിപ്പോയി. അമേരിക്ക എന്തുകൊണ്ടാണ് പണക്കാരായിരിക്കുന്നത്? ഇവിടെ പിന്നെ നമ്മൾ ജനസംഖ്യ കുറവ്, അതുപോലെ തന്നെ വിശാലമായൊരു രാജ്യം, ഇന്ത്യയുടെയൊക്കെ 3 ഇരട്ടിയോ 3-4 ഇരട്ടിയുള്ള രാജ്യം. ഇവിടെ എല്ലാത്തരം പ്രകൃതി വിഭവങ്ങളും ഇഷ്ടംപോലെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക സമ്പന്നരായിരിക്കുന്നത്. അതിന് പുറമെ മറ്റൊരു കാര്യവുമുണ്ട്. അമേരിക്കക്കാരുടെ അവരുടെ ബുദ്ധി ഉപയോഗിച്ചാണ് വിമാനം മുതൽ പിന്നെ ചന്ദ്രനിൽ പോകുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ബുദ്ധി അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള പണവും ഇങ്ങോട്ട് വരും. മറ്റുള്ളവർക്ക് അത് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് അമേരിക്ക സമ്പന്നമായത്. പക്ഷേ പ്രകൃതി വിഭവങ്ങളില്ലാത്ത രാജ്യങ്ങളെല്ലാം എപ്പോഴും പാവപ്പെട്ടതായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ പ്രകൃതി വിഭവങ്ങളുണ്ട്, പക്ഷേ നമുക്ക് ഭയങ്കര ജനസംഖ്യയുണ്ട്. അപ്പോൾ പിന്നെ ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല, നമുക്കത് പോരാ. അതുകൊണ്ടാണ് നമുക്ക് ഈ ദാരിദ്ര്യം വരുന്നത്. അപ്പോൾ ഇപ്പം ഭൂട്ടാനിൽ നിന്നൊക്കെ ഇവിടെ വിസ കിട്ടണമെങ്കിൽ വിസ കൊടുക്കില്ലാന്നാണ് പറയുന്നത്. കാരണം അവിടെ നിന്നൊക്കെ വിസ മേടിക്കാൻ ഇങ്ങോട്ട് വരാൻ മാത്രം യോഗ്യതയുള്ള ആളുകളില്ല പിന്നെ എന്നായിരുന്നു മുൻകാലത്ത് പിന്നെ കരുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർക്ക് വിസ കിട്ടണമെങ്കിൽ $15,000 കെട്ടിവെക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഏതാനും രാജ്യങ്ങൾക്ക് അത് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പിന്നെ കെട്ടിവെച്ചാലേ അവർക്ക് വിസ പോലും അമേരിക്കയ്ക്ക് കൊടുക്കുകയുള്ളൂ. അപ്പം അങ്ങനെയാണ് ഈ സമ്പത്ത് ചില രാജ്യങ്ങൾക്ക് കിട്ടുന്നു, ചില രാജ്യങ്ങൾക്ക് കിട്ടുന്നില്ല. പ്രകൃതി എങ്ങനെ എങ്ങനെ അനുകൂലിച്ചു എന്നുള്ളത് തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ലോകത്തിലുള്ള എല്ലാവരെയും സമ്പന്നരാക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെ. പക്ഷേ അതെങ്ങനെ സാധിക്കും എന്നുള്ളത് മാത്രം നമുക്ക് അറിഞ്ഞുകൂടെ. ഇപ്പം ഭൂട്ടാനിലേക്ക് സമ്പത്ത് എങ്ങനെ എത്തും? ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സമ്പത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ക്ലൗഡിലുള്ള സമ്പത്ത്, ഗൂഗിള് പിന്നെ മൈക്രോസോഫ്റ്റ് ഇവരുടെയൊക്കെ സമ്പത്ത് എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയോ ഇരിക്കുന്നു, ആകാശത്തിരിക്കുന്നു, ക്ലൗഡിൽ. പിന്നെ ഈ കമ്പ്യൂട്ടർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇരിക്കുന്നു. എന്നല്ലാതെ ഈ ടാഞ്ചിബിളായിട്ട് നമുക്ക് തൊടാവുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു സാധനം നമ്മൾ കാണുന്നില്ല. ഇപ്പം നമുക്ക് കെട്ടിടം അല്ലെ സ്ഥലം ഇതൊക്കെയാണ് നമ്മൾ സ്വത്തായിട്ട് കാണുന്നത്. ഇതൊന്നുമല്ല പിന്നെ എവിടെയോ ഉള്ള അന്തരീക്ഷത്തിലുള്ള സ്വത്ത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതിൽപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തായാലും അത് പിന്നെ ഈ പ്രകൃതി വിഭവങ്ങൾക്ക് പകരമാവില്ല. പക്ഷേ പ്രകൃതി വിഭവങ്ങൾ ലഭ്യമാക്കാൻ അത് ഉപയോഗപ്പെടും. അങ്ങനെ നമ്മളെല്ലാവരും സമ്പന്നരാകുമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.